Hi friends, welcome back to my channel. In the vanilla cupcake in the recipe share pink cream rosette nozzle cute decorate simple cupcake recipe correct measurement detailed video അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പം 1/2 കിലോ വെയിറ്റ് വരുന്ന കേക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ കപ്പ് കേക്ക് ചെയ്തെടുക്കുന്നത്. 2 മുട്ട വെച്ചിട്ടുള്ള കപ്പ് കേക്ക്. 2 മുട്ട വെച്ചിട്ട് എനിക്കിപ്പോൾ ഇവിടെ 12 കപ്പ് കേക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം വടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കുറഞ്ഞു പോയാലോ കൂടി പോയാലോ ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് 4ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദയിലൊക്കെ വല്ല പൊടികളുണ്ടെങ്കിലൊന്നും പോയി കിട്ടാനും കപ്പ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ മൈദ ഇപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ക്ലീനായ ബൗളിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ട് വേണം പതിപ്പിച്ചെടുക്കാൻ. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ഒരുമിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ ഒട്ടും തണുപ്പുണ്ടാവാൻ പാടില്ല. ഒരു 1 അവറിന് മുന്നേ തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലഫി ആയി വരില്ല. ഇപ്പം നന്നായിട്ട് നല്ല ക്രീമി ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പതപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. കപ്പ് കേക്ക് ഹാർഡായി പോവും. അപ്പോൾ നമുക്ക് ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റർ കൊണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാൻ. അല്ലെങ്കിൽ മൈദയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് താണ് പോവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കപ്പ് കേക്ക്. അങ്ങനെ മുഴുവനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം നമ്മുടെ ബാറ്ററി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കൂടുതൽ ലൂസ് ആവാനും പാടില്ല, ഓവർ തിക്ക് ആവാനും പാടില്ല. അപ്പോൾ ഇതുപോലുള്ള മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാ ബേക്കേഴ്സ് ഷോപ്പിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് 3 രൂപയാണ് വില. ഒരു മോൾഡിന് 3 രൂപയാണ് വില. അപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കപ്പ് കേക്ക് മോൾഡാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോസിലിട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലൂടെയാണ് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് എല്ലാ മോൾഡും എടുത്തിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനൊരു തട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത തട്ടാണിത്. അതിനുള്ളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു തട്ടിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് ഞാൻ കപ്പ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ കപ്പ് കേക്കൊക്കെ പുറത്തെടുത്തിട്ട് നന്നായിട്ട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് 2 ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലൊന്നിൽ പിങ്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈറ്റും പിങ്കും മിക്സ് ആവുന്ന കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് റോസറ്റ് നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രീമിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പ് കേക്ക് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം ക്രീം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്രീം മെൽട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിന് മുകളിലായിട്ട് ഓരോ ഷോർട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട്സ് ഒന്ന് ഗോൾഡൻ ഡസ്റ്റ് കളർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് കളർ മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ നല്ല പെയിൻറ് പോലെ കിട്ടും. അപ്പോൾ അത് നമുക്കെടുത്തിട്ട് ഈ ഷോർട്ട്സിന് മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ കപ്പ് കേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.